ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഏപ്രിൽ 13 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം. ഉത്തരം ഒഡീസിയസ്. ടെക്സാസിലെ ഹൂസ്റ്റൺ ആസ്ഥാനമായുള്ള ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് എന്ന സ്ഥാപനമാണ് നേട്ടം കൈവരിച്ചത്. നാസയുടെ കമേഴ്സ്യൽ ലൂണാർ പേലോഡ് സർവീസസ് പരിപാടിയുടെ ഭാഗമായാണ് ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് ഈ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ഫെബ്രുവരി 15 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഒഡീസിയസ് വിക്ഷേപിച്ചത്. 14 അടി ഉയരമുള്ള ലാൻഡർ 6 ദിവസം കൊണ്ട് 9,97,793.28 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ചന്ദ്രനിലെത്തിയത്. ചന്ദ്രനിലിറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡറാണ് ഒഡീസിയസ്. 1972 അപ്പോളോ 17 ശേഷം ചന്ദ്രനിലെത്തുന്ന ആദ്യ US ദൗത്യം കൂടിയാണിത്. ഫെബ്രുവരി 21 അന്തരിച്ച ഫാലി എസ് നരിമാൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും. 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചിരുന്നു. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആത്മകഥയാണ്. ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്? ഉത്തരം 100%. കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അടുത്തിടെ ക്യാബിനറ്റ് പദവി നൽകി. ഉദ്യോഗസ്ഥന്റെ പേര്? ഉത്തരം ഡോക്ടർ KM എബ്രഹാം. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾക്ക് ക്യാബിനറ്റ് പദവി നൽകുന്നത് ആദ്യമായാണ്. നിലവിൽ മന്ത്രിമാർക്ക് പുറമെ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് എന്നിവർക്കാണ് ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്നത്. രാജ്യത്ത് ആകാശവാണി പരിപാടികൾ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തി അന്തരിച്ചു. പേര്? ഉത്തരം അമീൻ സയാനി. 1,00,000-ലേറെ റേഡിയോ പരിപാടികൾക്ക് പുറമെ പരസ്യങ്ങൾക്കും മറ്റുമായി 19,000-ഓളം വോയിസ് ഓവറുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത്? ഉത്തരം ജോർട്ടി M ചാക്കോ. സാഞ്ചിയിലെ ബുദ്ധസ്തൂപ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ശ്രീ ബുദ്ധന്റെയും പ്രഥമ ശിഷ്യരായ അരഹത സരിപുത്ത, അരഹത മഹാമൊഗലാന എന്നിവരുടെയും തിരുശേഷിപ്പുകൾ ഏത് രാജ്യത്തേക്കാണ് എത്തിച്ചത്? ഉത്തരം തായ്ലൻഡ്. ബുദ്ധമത വിശ്വാസികൾക്കായി ബാങ്കോക്ക് ഉൾപ്പെടെ 4 നഗരങ്ങളിൽ അവ പ്രദർശനത്തിന് വയ്ക്കും. അന്തരിച്ച വാഴേക്കട വിജയൻ ഏത് മേഖലയിൽ കലാകാരനായിരുന്നു? ഉത്തരം കഥകളി. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പളും ദീർഘകാല വേഷവിഭാഗം മേധാവിയുമായിരുന്നു. കഥകളി ആചാര്യൻ വാഴേങ്കട കുഞ്ചുനായരുടെ പുത്രനാണ്. 2024 കാൻ ചലച്ചിത്രോത്സവത്തിലെ പിയർ ആന്റണോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച മലയാളി? ഉത്തരം സന്തോഷ് ശിവൻ. ഛായാഗ്രഹകനും സംവിധായകനുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രഗത്ഭരായ ഛായാഗ്രഹകർക്ക് നൽകി വരുന്ന പുരസ്കാരമാണിത്. ഒരു ഇന്ത്യക്കാരൻ ആദ്യമായാണ് ഈ ബഹുമതി ലഭിക്കുന്നത്. 2024 ഫെബ്രുവരി 23 അന്തരിച്ച മുൻ ലോക്സഭാ സ്പീക്കർ? ഉത്തരം മനോഹർ ജോഷി. 1995-99 കാലത്ത് മഹാരാഷ്ട്രയിലെ അവിഭക്ത ശിവസേനയുടെ ആദ്യ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയുമായിരുന്നു. 2002 മുതൽ 2004 വരെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് 14ാം ലോക്സഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ചു. ഫെബ്രുവരി 25 കൊൽക്കത്തയിൽ അന്തരിച്ച തിരക്കഥാകൃത്ത് കൂടിയായ ചലച്ചിത്ര സംവിധായകൻ?
ഉത്തരം കുമാർ സാനി. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധായകൻ കൂടിയായ അധ്യാപകൻ ഋത്വിക് ഘട്ടക്കിന്റെ പ്രിയ ശിഷ്യനായിരുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഏത് ഭാഷയിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്? ഉത്തരം ഹിന്ദിയിൽ. 4496 പത്രങ്ങളാണ് ഹിന്ദിയിൽ പ്രചാരത്തിലുള്ളത്. ഉറുദുവാണ് രണ്ടാം സ്ഥാനത്ത്. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത്? ഉത്തരം ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. രാജ്യത്തെ ആദ്യ ലോക്പാലായ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷിന്റെ പിൻഗാമിയായാണ് നിയമനം. ചന്ദ്രഘോഷ് 2022 മേയിൽ വിരമിച്ചിരുന്നു. ജുഡീഷ്യൽ അംഗമായ ജസ്റ്റിസ് PK മൊഹന്തി ആക്ടിംഗ് ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജുഡീഷ്യൽ അംഗങ്ങളായി ഹൈക്കോടതി മുൻ ജഡ്ജിമാരായ ലിംഗപ്പ നാരായണ സ്വാമി, സഞ്ജയ് യാദവ് എന്നിവരെയും ലോ കമ്മീഷൻ ചെയർമാൻ ഋതുരാജ് അവസ്ഥിയെയും നിയമിച്ചു. 2024 ഫെബ്രുവരി 26 അന്തരിച്ച ഗസൽ ഗായകൻ? ഉത്തരം പങ്കജ് ഉദാസ്. 1980 ആദ്യ ഗസൽ ആൽബമായ ആഹട്ട് പുറത്തിറക്കി. നാം എന്ന ചിത്രത്തിലെ ചിട്ടി ആയി ഹേ എന്ന ഗാനത്തിലൂടെ ബോളിവുഡിൽ ശ്രദ്ധേയനായി. എന്നുമീ സ്വരം എന്ന മലയാള ആൽബത്തിൽ അനൂപ് ജലോട്ടിക്കൊപ്പം പാടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം തളിപ്പറമ്പ്. മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇടം പദ്ധതിയിലൂടെയാണ് നേട്ടം കൈവരിച്ചത്. സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചു വരുന്നത് 30% വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ചികിത്സാലയം? ഉത്തരം ടാറ്റ മെമ്മോറിയൽ സെന്റർ. 100 രൂപയാണ് ഗുളികയുടെ വില. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽ പാത ജമ്മു കാശ്മീരിൽ തുറന്നു. പേര്? ഉത്തരം T50. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള പാതയിലാണ് തുരങ്കപാത. 12.77 കിലോമീറ്റർ ആണ് നീളം. 2010 പാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. സംസ്ഥാന റവന്യൂ അവാർഡുകൾ: മികച്ച ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, മികച്ച കളക്ടറേറ്റ് തിരുവനന്തപുരം, മികച്ച സബ് കളക്ടർ സന്ദീപ് കുമാർ, മികച്ച RTO അമൃതവല്ലി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.